ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൻ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ചട്നിയാണ്. ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. കലക്കിയെടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി, 1 സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം നമുക്ക്. ഇനി നമ്മൾ കലക്കി വെച്ച കടലമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഗ്രേവി ഒന്ന് തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച് കൊടുക്കണം. അപ്പോൾ കടലമാവിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയൊക്കെ അല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഈ ചട്നികളൊക്കെ കഴിച്ച് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ബോംബെ ചട്നി തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇഡ്ലിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്